പ്രിയമുള്ളവർ, ഇവിടെ ഒരു പ്രതിസന്ധി ഉള്ളത് നാടകം സിനിമ പോലെ ഡോക്യുമെൻ്റഡ് ആയ ഒന്നല്ല. നാടകം എന്ന് പറയുന്നത്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം വിഷയത്തേക്ക് കിടന്നാണ്, വളരെ ജൈവികമാണ്, ഓർഗാനിക്കാണ്. അവിടെ കളിച്ചു, ആ കാണികൾ സന്തോഷിച്ചു, കൈയടിച്ചു, പിരിഞ്ഞുപോയി. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിൻ്റെ ഹിസ്റ്ററി എഴുതിയ ആൾക്കാർ മുഴുവൻ മലയാളത്തിൽ നമ്മൾ പരിശോധിച്ചാൽ അവർ വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നത് കാണാൻ പറ്റും. നാടകം ഒരു പെർഫോമൻസിൻ്റെ ഹിസ്റ്ററിയാണ് യഥാർത്ഥത്തിൽ, ടെക്സ്റ്റല്ല പ്രധാനമായിട്ട്. അതെ, ടെക്സ്റ്റ് ഉള്ളത് മാത്രമാണ് നല്ലതെന്ന്, ടെക്സ്റ്റ് ഉള്ളത് മാത്രമാണ് സാഹിത്യ ചരിത്രങ്ങളിൽ. നാടക സാഹിത്യ ചരിത്രം ഒന്ന് ജി ശങ്കരപ്പിള്ള മലയാളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ കുറേ പേര് എഴുതിയിട്ടുണ്ട്, അത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ വയലാ വാസുദേവൻ പിള്ള എഴുതിയിട്ടുണ്ട് 2005 വരെയുള്ള. പിന്നെ എപ്പോഴും പലതരത്തിലുള്ള നാടക ചരിത്രങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ടെക്സ്റ്റായി നിൽക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പെർഫോമൻസിനെ വേണ്ടി മുൻനിർത്തി എഴുതുന്നുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ലോക നാടക ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ തീമുകൾ വന്നോന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരെ പല അളവിലാണ് നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ചില ചർച്ചകൾ ചില കാര്യങ്ങളെ പറയണുള്ളൂ, അത്രമാത്രം എടുത്താൽ മതി. ഒന്ന്, പ്രധാനപ്പെട്ട ഇപ്പോൾ ഷേക്സ്പിയർ, ഇബ്സൺ, ആർതർ മില്ലർ, അങ്ങനെ നോക്കി നമ്മൾക്ക് യൂജിൻ ഒനീൽ, അങ്ങനെ പ്രധാനപ്പെട്ട നാടകക്കാരെയൊക്കെ വേൾഡ് ഇതിൽ നാടകക്കാരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ പ്രമേയങ്ങളിൽ ഇസ്ലാമിൻ്റെ വാല്യൂസ് ഉണ്ട്. നമുക്ക് ലോകത്ത് ഷേക്സ്പിയർ ടെമ്പസ്റ്റിലായാലും ഒഥൊല്ലയിലായാലും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിക് വാല്യൂസ് ഉണ്ട്. ഇവർക്കത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് ഈ നാട്ടിൽ പലതരത്തിലുള്ള ടെക്സ്റ്റായിട്ടും ജീവിതാനുഭവങ്ങളായിട്ടും ഇസ്ലാമിൻ്റെ വാല്യൂ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള തരത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ മുസ്ലിം എഴുതിയാലും മുസ്ലിം അല്ലാത്ത ആൾ എഴുതിയാലും ഒക്കെ നമുക്ക് ഇസ്ലാമിക് ആർട്ടിനെ പറ്റി, ഇസ്ലാമിക് ലിറ്ററേച്ചറിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ തന്നെ ഒരിക്കൽ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ബിനു നാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു കവി അബൂ നുവാസ് എന്ന് പറഞ്ഞ ആൾ. ഈ അബൂ നുവാസ് ഒരു മദ്യപാനിയാണ്, വ്യഭിചാരിയാണ്, സ്വവർഗഭോഗിയാണ്, പലതരം പ്രശ്നങ്ങളുള്ള ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കവിത വളരെ ഗംഭീരമാണ്. അപ്പോൾ ഈ മുഹമ്മദ് ബിൻ നാഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതനും ഈ അബൂ നുവാസും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു കാര്യമുണ്ട്, ഒരു ആർട്ടിസ്റ്റിനെ വളരെ ലിബറലായി അരാജകമായി ജീവിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ സുഹൃത്താവാമോ ഇല്ല എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. ഇദ്ദേഹം പക്ഷേ പിണങ്ങി, അവസാന കാലത്ത് അബൂ നുവാസുമായിട്ട് പിണങ്ങിയപ്പോൾ പിന്നെ ആ പിണക്കം മാറ്റാൻ പറ്റിയില്ല. അപ്പോഴേക്ക് അബൂ നുവാസ് മരിച്ചുപോയി. ഈ ഇദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബിൻ നാഫി റഹിമഹുല്ലാഹുവിയുടെ സ്വപ്നത്തിൽ അബൂ നവാസ് വരുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തപ്പം നിൻ്റെ അവസ്ഥ, അള്ള നിനക്ക് മാപ്പ് തന്നു, എന്തപ്പം നിൻ്റെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചത്. അപ്പോൾ അബൂ നുവാസ് സ്വപ്നത്തിൽ പറഞ്ഞു, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അള്ള എനിക്ക് മാപ്പ് തന്നു. അതെങ്ങനെ സംഭവിക്കുക, ഇത്രയും അരാജകമായിട്ട്? അപ്പം ഞാൻ അവസാന കാലത്ത് പശ്ചാത്തപിച്ചിട്ടുണ്ട്, ഞാൻ മരണക്കിടക്കയിൽ കിടന്ന് തൗബ ചെയ്തു, അല്ലെങ്കിൽ അവസാന ശയ്യ എന്ന് മാത്രമല്ല, എൻ്റെ ഒരു കവിത എൻ്റെ തലയണക്കടയിൽ ഇപ്പോഴും കാണാം, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. അതിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ കവിതയിലുള്ളത് ഇതാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നിൻ്റെ തൗബ, നിൻ്റെ പാപമോചനത്തിൻ്റെ ഇത് വലിയ വിശാലമാണല്ലോ, എന്നാൽ ഞങ്ങൾ പുണ്യവാന്മാർക്ക് മാത്രമാണോ നീ പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥന സ്വീകരിക്കുക, ഞങ്ങളെപ്പോലുള്ള പാപികളുടെ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ആരാ ഉള്ളത്? അങ്ങനെയൊക്കെയാണ് ആ കവിത പോണത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനത് വായിച്ചത് നജീബ് മൗലവി ഒരു ലേഖനത്തിൽ കോട്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ സംസ്ഥാന സുന്നിയുടെ നജീബ് ഉസ്താദ്. അയാൾ ബഷീർ അനുസ്മരണത്തിൽ കോട്ട് ചെയ്തതാണ്. ആരോ ബഷീർ മദ്യപാനി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആൻസറായിട്ട് പറഞ്ഞാണത്. അന്നത്തെ കാലത്ത് പിന്നെ ബഷീറിന് പല ഘട്ടങ്ങളുണ്ട്. ഈ ഇമാം ഹസനുൽ ബന്ന 1945 ഈജിപ്തിൽ വളരെ പ്രഗത്ഭനായ നടൻ അൻവർ വജിദി എന്നു തോന്നുന്ന പേര്, വളരെ പ്രഗത്ഭൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് വിലസുന്ന സമയത്ത് അയാൾ യാദൃശ്യമായിട്ട് ഇവർ രണ്ടാൾ കണ്ടുമുട്ടി. അപ്പോൾ അൻവർ വജിദിക്ക് ബന്നയെ അറിയാം, ബന്നയെ വായിക്കുന്നു, അയാളുടെ ഇസ്ലാമിക് തോട്ട് ഒക്കെ ഉള്ള വലിയ ഇതായതുകൊണ്ട് വളരെ റെസ്പെക്റ്റോടു കൂടി അൻവർ വജിദി ബന്നയുടെ അടുത്ത് വരികയും അവരിരുന്ന് സംസാരിച്ചപ്പോൾ അൻവർ വജിദി പറഞ്ഞു അത്രേ, പിന്നെ ശരിക്ക് ഞാൻ നിസ്കരിക്കുന്ന ഒരാളാണ് കേട്ടോ, ഞാൻ നോമ്പൊക്കെ എടുക്കാറുണ്ട് എന്ന് ഭയങ്കര കുറ്റബോധത്തോടെ ബന്നയോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ ബന്ന തിരിച്ചു പറഞ്ഞു, ഷഹീദ് അസൽ ബന്ന പറഞ്ഞു അത്രേ, നിങ്ങൾ വലിയ കാര്യമാണല്ലോ ചെയ്യണത്, നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനൊരു കുറ്റബോധം? നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ഇസ്ലാമിക പണ്ഡിതനും ചെയ്യുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ്. പക്ഷേ അപ്പോൾ
നിങ്ങൾ ഹലാലും ഹറാമും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഭയങ്കര സംഭവം ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു സംഭാഷണ ശകലം പറയാറുണ്ട്. അതിലൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ വായിക്കുമ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ ബന്നയുടെ ഒരു സഹോദരൻ അബ്ദുറഹ്മാൻ ബന്ന സാഅത്തി എന്ന് പറയുന്ന ആൾ തിയേറ്റർ നാടക സംഘം നടത്തിയിരുന്നു എന്നും കുറേ നാടകങ്ങൾ സലാഹുദ്ദീൻ അയ്യൂബി, വാ ഇസ്ലാമ, ഇങ്ങനെയൊക്കെയുള്ള കുറേ നാടകങ്ങൾ ഒക്കെ അവർ കളിച്ചിട്ടുണ്ടെന്നും ലോകത്ത് ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പലരും നാടക സംഘങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. അതിനൊക്കെ മുമ്പ് ഇപ്പം നമ്മൾ ഫോക്ക് ട്രഡീഷനിലുള്ള നാടകങ്ങളിൽ തന്നെ ഇപ്പോൾ ഇറാനിലൊക്കെ തൗസിയ എന്നാ പറയുമെങ്കിൽ ഈ കർബല അനുസ്മരിച്ചുകൊണ്ട് വളരെ തിയേറ്ററിക്കലായ സംഭവങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അവിടെ കർബല അനുസ്മരണത്തെ ഒരു ക്യാരക്ടേഴ്സൊക്കെ വന്ന് അത് ഭയങ്കരമായിട്ട് കുതിര പടയാളികളൊക്കെ നിരന്ന് ഒരു പെർഫോമൻസ്, മ്യൂസിക്കൊക്കെ ഉള്ള ഗംഭീര പെർഫോമൻസ് ആയിട്ട്. അപ്പോൾ അങ്ങനെ പലതരം ട്രഡീഷൻസ് ഉണ്ട് കേരളത്തിൽ. തിയേറ്റർ എന്ന് പറഞ്ഞാൽ നാടകം അരങ്ങിൽ കളിക്കുന്ന നാടകത്തിൻ്റെ മാത്രം പേരല്ല. ഇപ്പോൾ പ്രത്യേകിച്ചും ഇമ്മേഴ്സീവ് ആയിട്ടുള്ള തിയേറ്ററുകൾ, പാർട്ടിസിപ്പേറ്ററി തിയേറ്ററുകൾ, ഇൻവിസിബിൾ തിയേറ്റർ, ഇമേജ് തിയേറ്റർ, എന്നുവെച്ചാൽ ആളുകളെ പങ്കാളിത്തത്തോടെ നമ്മൾ ആരാണ് ആക്ടേഴ്സ്, ആരാണ് ഓഡിയൻസിലുള്ളവരെന്ന് മനസ്സിലാവും. ഈ അഗസ്റ്റോബോൽ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ തിയേറ്റർ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിൻ്റെ ആളാണ് അയാൾ, അഗസ്റ്റോബോൽ. ഈ തിയേറ്റർ ഓഫ് പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ് ആയിട്ടുള്ള നമ്മളെ പൗലോ ഫ്രയറിൻ്റെയൊക്കെ സുഹൃത്താണ് ഈ അഗസ്റ്റോബോൽ. അയാൾ 2020 മറ്റോ ആണ്, അല്ല 2008 മറ്റോ ആണ് മരിക്കണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഈ അഗസ്റ്റോബോൽ. അപ്പോൾ അദ്ദേഹം ചെയ്തിരുന്ന തിയേറ്റർ, അദ്ദേഹം ഒരു കോയിൻ ചെയ്തൊരു വാക്കുണ്ട്, സ്പെക്ട് ആക്ടർ എന്ന്. സ്പെക്ടേറ്ററാണ് ഓഡിയൻസ്, പ്രേക്ഷകൻ എന്ന വാക്കിന് സ്പെക്ടേറ്റർ എന്ന് പറയാം നമുക്ക്. പക്ഷേ ഇയാൾ സ്പെക്ട് ആക്ടർ എന്നാക്കി അതിനെ ഒന്ന് മറിച്ച് ചെറിയൊരു സാധനം. കാണി തന്നെയാണ് നടൻ എന്നാണ് അദ്ദേഹം പറയുന്നൊരു സങ്കല്പനമാണ്. കാണി നടൻ എന്ന് രണ്ടില്ല, അത്രയും ഇൻവോൾവ്മെൻ്റ് ആവശ്യമുള്ള തരത്തിലാണ് ഇപ്പോൾ തിയേറ്റർ മുന്നോട്ട് പോകുന്നത്. പലതരത്തിൽ അരങ്ങിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ഓഡിയൻസിനെ സംബന്ധിച്ച കാഴ്ചപ്പാട്, ആക്ടർ എന്ന് പറഞ്ഞാൽ, ആക്ട്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ റീഡിഫൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇസ്ലാമിൻ്റെ വാല്യൂസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബഷീറിനെ കുറിച്ച് കെ രാജൻ വളരെ രസകരമായ ക്രിറ്റിസിസം നടത്തുന്നു. അയാൾ രസമായിട്ട് പറയുന്നു, ബഷീറിൻ്റെ എഴുത്തിനെ പറ്റി പറയണ മുമ്പ് യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ നിഴലിലല്ല ബഷീറിൻ്റെ നവോത്ഥാനം, അല്ലെങ്കിൽ പുറമേക്ക് ലെനിനും പൂജാമുറിയിൽ പൂന്താനവും, അങ്ങനെ ഒരു കോട്ടുണ്ടല്ലോ നമ്മുടെ KG ശങ്കരപ്പിള്ളയുടെ ഒരു ഇതാണ്. അത് മനുഷ്യന്മാർ, പ്രത്യേകിച്ച് കേരളത്തിലെ പുരോഗമനവാദികളെ പരിഹസിക്കുന്ന ഒരു വാക്കാണ്. പുറമേ വിപ്ലവകാരിയാണ്, അകത്ത് പൂജാമുറിയിൽ പൂന്താനം, പുറമേക്ക് ലെനിനും ആയിട്ട് എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സംസ്കാരമല്ല ബഷീറിൻ്റേത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മെത്തഡോളജി, നമ്മുടെ ഒരു അളവുകോൽ വെച്ചിട്ട് പഴഞ്ചൻ യാഥാസ്ഥിതികനെന്നോ പുരോഗമനവാദിയെന്നോ മതവാദിയെന്നോ ആധുനികവാദിയെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരു ലെയറിലൂടെയാണ് ബഷീറിൻ്റെ കണ്ടൻറ്റിൻ്റെ ആവിഷ്കാരം എന്ന് മാത്രമല്ല, അതുമാത്രമല്ല ബഷീറിൻ്റെ ജാനർ ബേസിൽ നോക്കിയാൽ ചെറുകഥയാണോ, നോവലാണോ, ഗദ്യമാണോ, തത്വചിന്താപരമായ സംസാരമാണോ എന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പിന്നെ എവിടെയാണ് ഇതിൻ്റെ അതിര് എന്ന് മനസ്സിലാവില്ല. ഒരു പക്ഷേ ഖുർആനിൻ്റെ ആഖ്യാനത്തിൻ്റെ സ്വഭാവം പോലെ കഥ പറയുന്നു, താക്കീത് നൽകുന്നു, സന്തോഷവാർത്ത അറിയിക്കുന്നു, ഓർമ്മിക്കാൻ പറയുന്നു, ഇങ്ങനെ പലതരത്തിൽ ഇങ്ങനെ മനുഷ്യൻ്റെ ഇമോഷൻസിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഖുർആൻ പോലെ ബഷീർ. അപ്പോൾ ഈ അതിർവരകൾ മുറിച്ച് കടക്കുന്ന ഒരു പാറ്റേണാണ് ഇസ്ലാമിനുള്ളത്, നിശ്ചിതപ്പെടുത്താത്ത ഒരു പാറ്റേണാണ്, കാണികൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പാറ്റേണാണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന വാല്യൂസിന് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത്, ഞാൻ ഉദാഹരണങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് ഇവിടെ വലിയ ചർച്ച വന്നു, തൗഫീഖുൽ ഹക്കീമിൻ്റെ നാടകമാണ്. ഞാൻ പലരും ശ്രമിച്ചിട്ടുള്ള, അപ്പോൾ സിനിമകളിലും മറ്റൊക്കെ ഉണ്ടാവാം, ഇവിടെ പരാമർശിച്ചിട്ട് എനിക്കറിയില്ല, ഗുഹാവാസികൾ. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് തന്നെ ഒരു അക്ഷയഖനിയാണ്. ദുൽഖർനൈനുണ്ട്, ഖിളർ മൂസ സംഭാഷണമുണ്ട്, അതുപോലെ തന്നെ തോട്ടക്കാരൻ്റെ കഥയുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടുള്ള കഥകൾ. നിങ്ങൾക്ക് വേണ്ട ഒരു ആർട്ടിസ്റ്റിന്, ഒരു ക്രിയേറ്റീവ് റൈറ്റർക്ക്, പ്രത്യേകിച്ച് നാടകക്കാരന്, ഒരു സിനിമാക്കാരന് കഹ്ഫ് മാത്രം വായിച്ചാൽ അയാൾക്ക് ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യാൻ പറ്റും. ശരിക്കുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ അതിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എടുത്തിട്ട് സിനിമയാക്കാൻ പറ്റും. സൂറത്ത് യാസീനിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, അത് ഈ വഖല റബ്ബു
മിൻ അക്സൽ മദീനത്ത് റജുലുൻ യസ്അ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ആ സംഭവം തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സിനിമയോ നാടകമാക്കാൻ പറ്റും. ഖീല ദുഖുലിൽ ജന്ന, അയാൾ സ്വർഗത്തിൽ എത്തി എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ഘട്ടത്തിൽ തന്നെ അയാളെ കൊന്നു, അല്ലെങ്കിൽ ആളുകൾ മോബ് ലിഞ്ചിങ് നടത്തി, ജമീൽക്ക് ഒരു സംഭാഷണത്തിൽ പറഞ്ഞ പോലെ അങ്ങനെ അദ്ദേഹം അവിടെ എത്തുന്നു. ഇത്തരത്തിലുള്ള വിടവുകൾ അപൂർണമാക്കി പറഞ്ഞ, പൂർണ്ണമാക്കാതെ സൂചനകളിലൂടെ ഇട്ട് തന്ന അനവധി കാര്യങ്ങൾ ഇസ്ലാമിക് നിറങ്ങൾ ധാരാളം ഖുറാൻ വായിച്ചു കഴിഞ്ഞാൽ ഓരോ ഇതിനകത്തും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാണ് നിങ്ങളുടെ സ്രോതസ്, ആഗരം? ഒരു നാടകക്കാരന്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടൻറ് ബേസിസ് ആയിട്ടല്ല. ചിലപ്പോൾ അയാൾ ഒരു ചെറിയൊരു പത്രവാർത്തയായിരിക്കാം, ചെറിയ ഓർമ്മയായിരിക്കാം, വായിച്ച ഒരു നോവലിനെ അല്ല മാറ്റുന്നത്, നോവലിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരിക്കാം, അത് മാത്രം എടുത്തിട്ട് നാടകം. എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഈ അഡാപ്റ്റേഷൻ വരുന്നത്. അപ്പം നാടകത്തിലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മാടൻ മോക്ഷം, പിന്നെ പൊറാട്ട്, ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ, കോഹോ, ഇങ്ങനെ കുറേ നാടകങ്ങൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമേച്ചർ നാടക വേദികളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ഇതിലൊക്കെ പ്രമേയങ്ങളിൽ ഇപ്പോൾ മാടൻ മോക്ഷം ഗംഭീരമായൊരു പ്രമേയമാണ്. ഈ നമ്മുടെ നാട്ടും പോലെ ഇപ്പോൾ 2025 ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന അമേച്ചറിൽ 1ാം സ്ഥാനമല്ലേ ചെറു, 1ാം സ്ഥാനം കിട്ടിയ മാടൻ മോക്ഷം. അത് സിനിമ പ്രദീപ് വെളിയനാട് എന്ന് പറയുന്ന സിനിമാ നടൻ, സുലൈഖ മൻസിലൊക്കെ അഭിനയിച്ച ആളാണ് പ്രമോദ് വെളിയനാട്. അയാളാണ് അതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നത്. പിന്നെ ജയചന്ദ്രൻ തകഴിക്കാരൻ, ജോസഫിൻ്റെ റേഡിയോ പോലെയുള്ള ഒറ്റയുള്ള നാടകങ്ങളൊക്കെ ചെയ്ത തകഴിക്കാരനാണ് അതിൽ മാടനായിട്ട് അഭിനയിക്കുന്നത്. വളരെ ഗംഭീരമായിരുന്നു. അതിനകത്തെ പ്രമേയം എന്ന് പറയുന്നത് ഈ നാടൻ ദൈവസങ്കല്പങ്ങൾ, ഈ കീഴാള പിന്നെ ദൈവ സങ്കല്പങ്ങളെ എങ്ങനെയാണ് ഹിന്ദുവൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ സാംസ്ക്രിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന പഴയ തിയറിയൊക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഹിന്ദുവൈസ് ചെയ്ത് അതിനെ ഇല്ലാതെയാക്കുന്നതെന്നും അതിനെ എങ്ങനെ പുതിയ കാലത്തെ ഫാസിസ്റ്റ് ഐഡിയോളജി വരുന്നതെന്നും. അപ്പോൾ ഞങ്ങൾ അതേപോലെ അതിനകത്താണെങ്കിലും ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന നാടകത്തിനകത്താണെങ്കിലും മുസ്ലിം വിരുദ്ധമാവാൻ ധാരാളം പഴുതുകളുള്ള നാടകങ്ങളാണ്. ഞാൻ അതിലെ ഇസ്ലാമിക് വാല്യൂവിനെ കുറിച്ച് ഇങ്ങനെയാണ് നോക്കുന്നത്. ആ നാടകം കണ്ടപ്പോഴൊക്കെ ഞാൻ ആലോചിച്ച്, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ഒരു മുതലാളിയൊക്കെ വരുന്നുണ്ട്, ലേലത്തിലൊരു മുതലാളി വരുന്നുണ്ട്. അപ്പോൾ കള്ളപ്പണക്കാരനോ മറ്റോ ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് വരുന്നത്. നിർബന്ധമായും അയാൾ മുസ്ലിം ഒന്നും അല്ല ഈ സിനിമ നാടകം ചെയ്യുന്നത്, നിർബന്ധമായും ഒരു ആചാര്യയോ കള്ളപ്പണക്കാരനായിട്ട് ദുബായിൽ നിന്ന് വരുന്ന ആളെയോ അവർക്ക് കാണിക്കാം വേണമെങ്കിൽ, കാരണം സ്റ്റീരിയോ ടൈപ്പിംഗ് അങ്ങനെയാണ്. അയാൾ ഒരിക്കലും 4ാമത് കല്യാണം കഴിച്ച ആളാണ് വരുന്നത്, ത്രിവിക്രമൻ. മുസ്ലിം ആവാമായിരുന്നു, എന്നിട്ട് പോലും അത്രയും അതിനെ ഒന്നുകിൽ ത്രിവിക്രമൻ അല്ലെങ്കിൽ മത്തായി, ഇങ്ങനെ ഒരിക്കലും മുസ്ലിം കൊണോട്ടേഷൻ അതിനൊരിക്കലും പുതിയ ഇസ്ലാമോഫോബിക് കാലഘട്ടത്തിൽ പൊളിറ്റിക്കലി ഒരിക്കലും ഒരു മുസ്ലിമിനെ നെഗറ്റീവായി ചാർത്തരുത് എന്ന് പറയുന്ന വളരെ അങ്ങനെയുള്ളൊരു സെൻസ് മാടമോഷത്തിലൊക്കെ വേണമെങ്കിൽ ഇസ്ലാമിനെ നെഗറ്റീവായിട്ട് കാണിക്കാവുന്ന കുറേ സന്ദർഭങ്ങൾ ഇവിടുത്തെ നോർമലായിട്ടുള്ളൊരു ലിബറൽ തിങ്കിങ് പാറ്റേണിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും പ്രോഗ്രസീവ് പാറ്റേണിൽ വളരെ നെഗറ്റീവായി കാണിക്കാവുന്ന ഒരു സമയത്ത് പോലും അതിനെ അല്ല അവർ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ, എഴുത്തുകാർക്ക് ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് നാടകത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലായി. ഇപ്പോഴും അല്ലാത്തവരുമുണ്ട്. വളരെ പഴയ സ്റ്റീരിയോ ടൈപ്പിംഗ് ആയിട്ട് ബഷീറിൻ്റെ ഉപ്പൂപ്പാക്കൊരാനെ അല്ല ബഷീറിൻ്റെ വൈ രാജാവൈ എന്നുള്ള പേരിൽ നമ്മളെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകളൊക്കെ ഇപ്പം 2 തരത്തിൽ ചെയ്തത് നമ്മൾ കണ്ടു. ഒന്ന് തൃശ്ശൂരിലുള്ള നാടക സൗഹൃദം ചെയ്ത ഒരു അല്ലെങ്കിൽ ആ ടീം ചെയ്ത വളരെ പഴയ പാറ്റേണിൽ ഒരു 90കളിലൊക്കെ പാറ്റേണിൽ മുസ്ലിം ക്യാരക്ടേഴ്സിനെ വളരെ സ്റ്റീരിയോ ടൈപ്പ് പാറ്റേണിൽ ചെയ്ത് എന്തിനാണ് ആ നാടകം, എന്താണ് അതിൻ്റെ എസൻസ്? ഒരു നാടകത്തിനോ ഒരു കഥയ്ക്കകത്തോ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വിത്ത് ഉണ്ടാവുമല്ലോ, ആ വിത്തിനെയാണല്ലോ നമ്മൾ കാടാക്കിയിട്ട് പടർത്തുന്നത്. ഭാസനെയും കാളിദാസനെയും പറ്റി പണ്ഡിതന്മാർ പറയണം അങ്ങനെ, ഭാസൻ വിത്ത് ഇട്ട് തരും, കാളിദാസൻ ഒരു പൂമരവും ഇട്ട് തരും. ഒരു ഡയറക്ടോറിയൽ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഭാസനെ നിങ്ങൾക്ക് ഏത് കാലത്തേക്കും എലാബറേറ്റ് ചെയ്യാം.
ഏത് കാലത്തേക്കും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഗംഭീരമാണ്. ഊരുഭംഗം, മധ്യമവ്യായോഗം, പഞ്ചരാത്രം, കർണഭാരമൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. സംസ്കൃത നാടകങ്ങളാണെങ്കിൽ ഏറ്റവും കണ്ടംപററി ആയിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. യുദ്ധങ്ങളെപ്പറ്റിയും ഊരുഭംഗമൊക്കെ ഭീമൻ തുടക്കടിച്ച് ഭീമൻ ദുര്യോധന, പക്ഷേ ഗംഭീരമായിട്ടുള്ള സാധനങ്ങളായിട്ട് ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് പിള്ള ഊരുഭംഗം വർക്ക് ചെയ്തിട്ടുണ്ട്. NSD എന്ന് പോകുന്ന ഒരുപാട് മനുഷ്യർ ചെയ്തിട്ടുണ്ട്. അഭിലാഷ് പിള്ള ഇന്നലെ ഇവിടെ കോട്ട് ചെയ്യപ്പെട്ടു. ഇന്നലെ ഒരു ഇസ്ലാമിക് കൺസെപ്റ്റുമായിട്ട് വേദം മറന്നുപോയി. അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുള്ള സാധനമാണ്. എന്നാൽ കാളിദാസൻ പക്ഷേ നിങ്ങൾക്ക് ആ ലിമിറ്റ് വളരെ പൂമരമായതുകൊണ്ട് ഇനി ആ മരത്തിനെ അലങ്കരിക്കണതിന് ഒരു പരിധി ഉണ്ടല്ലോ. അതിന് ആ തരത്തിൽ തന്നെ മാളവികാഗ്നിമിത്രോ പിന്നെ അഭിജ്ഞാന ശാകുന്തളോ ഒക്കെ എനിക്ക് ഒരു പരിധി ഉണ്ട് അതിനകത്ത്. എന്നാലും ആളുകൾ ശകുന്തള ആഫ്റ്റർ കാളിദാസ എന്ന് പറഞ്ഞ് ഗ്രോട്ടോവ്സ്കി നാടകം ചെയ്തപ്പോൾ അതിനെ ഭയങ്കര ഫെമിനിസ്റ്റിക് വ്യൂവിൽ ചെയ്തിട്ടുണ്ട്. ഷേക്സ്പിയറുടെ പിന്നെ ടെമ്പസ്റ്റിനെ, കാലിബൻ എന്നുള്ളതിനെ ഒരു പോസ്റ്റ് കൊളോണിയൽ എന്നോ ഡീ കൊളോണിയൽ എന്നുള്ള രീതിയിൽ ആളുകൾ ചെയ്തിട്ടുണ്ട്. കാലിബൻ ഒരു ബ്ലാക്കാണ്, കാലിബൻ ഒരു ട്രൈബാണ്, പ്രോസ്പെരോ ഒരു അധിനിവേശകനാണ്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ. ശകുന്തള, കാളിദാസൻ ഒരു അധിനിവേശകനാണ്. ശകുന്തള പരിസ്ഥിതി, എൻവിയോൺമെൻ്റൽ പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് ചെടികളുടെ കൂടെ നിൽക്കുന്ന പെണ്ണാണ്. ഇവൻ വണ്ടിനെ വെട്ടാൻ വേണ്ടി വാളുകൊണ്ട് വരുന്ന അധിനിവേശകനായിട്ടൊക്കെ കൊളോണിയൽ പെർസ്പെക്റ്റീവിലൊക്കെയാണ് ഗ്രോട്ടോവ്സ്കി അന്ന് റീഡ് ചെയ്തത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒക്കെ ഇസ്ലാമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ പലതരത്തിൽ നമുക്ക് നോക്കാൻ പറ്റും. കേരളത്തിൽ മുസ്ലിം വിഷയങ്ങൾ വന്നിട്ടുള്ള ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട അച്ഛൻ്റെ കണ്ടംബച്ച കോട്ട് ആദ്യം നാടകമായിട്ട് മുഹമ്മദ് യൂസുഫ് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 1800കളുടെ അവസാനം മുതൽ തന്നെ മലബാറിൽ മുസ്ലിം നാടകക്കാരുടെ വലിയ, നിങ്ങൾക്ക് കോഴിക്കോട്ടെ നാടക പ്രസ്ഥാനങ്ങൾ, പരപ്പിൽ മുഹമ്മദ് കോയയുടെ കോഴിക്കോട്ടെ ആ വലിയ പുസ്തകം ഉണ്ടല്ലോ, അതിനകത്ത് നാടകം തന്നെ വേറെ തന്നെ വരുന്നുണ്ട്. ഒരുപാട് പേര് പഠിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് മുസ്ലിം കഥകളും പ്രമേയങ്ങളും ധാരാളമായിട്ട് ആ കാലത്തിൽ അവർ സിനിമ ആക്കിയിട്ടുണ്ട്. അവർ നാടകമാക്കിയിട്ടുണ്ട്. കോഴിക്കോട്ടെ ഇമ്പിച്ചുകോയ എന്താ പറയുക MSA ഡ്രാമാറ്റിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ പക്ഷേ അക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഓഡിയൻസിൻ്റെ ഇടയിൽ രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അതിൽ പെൺവേഷം കെട്ടാൻ ആണുങ്ങൾ പർദ്ദട്ടിട്ടൊക്കെ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനത്തെ അതിൽ ഇഷ്യൂ ഉണ്ടാവുകയും കച്ചറ ഉണ്ടാവുകയും പിന്നെ സ്പ്ലിറ്റ് ആവുകയും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ഇസ്ലാമികമായ മൂല്യങ്ങളുടെ കഥകൾ ധാരാളമായിട്ട് കോഴിക്കോട്ട് KT മുഹമ്മദൊക്കെ വരുന്നതിന് മുമ്പ് നാടകവേദിയിൽ വന്നിട്ടുണ്ട്. PN മാലിക്കോയ, മുഹമ്മദ് യൂസുഫ്, പിന്നെ കുറേ പേരിഷ്ടം പോലെ കിട്ടും. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയാൽ മതി. മലയാള മുസ്ലിം നാടക പ്രസ്ഥാനം PA മനീഫിൻ്റെ ഒരു ലേഖനമുണ്ട് നമ്മളെ ഇതിനകത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു ഭാഗത്ത്. വെള്ളാട്ടി മസല എന്ന് പറഞ്ഞ ഒരു അറബി മലയാള ടെക്സ്റ്റ് ഉണ്ട്. അത് നാടകമായിട്ട് ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദീയ സംഘത്തിൻ്റെ കാലത്ത് കളിച്ചതിനെക്കുറിച്ച് സെബാസ്റ്റ്യൻ കുഞ്ഞു ഭാഗവതർ എന്ന് പറയുന്ന മലയാളത്തിലെ പ്രഗത്ഭനായ ആർട്ടിസ്റ്റ്, നടനും സംവിധായകനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയിൽ പറയുന്നുണ്ട് എന്ന് അനീഫ്ക കോട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളാട്ടി മസല എന്ന് പറയുന്നത് സമയമായി അല്ലേ? ഞാൻ കൺക്ലൂഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഡിസ്കഷനിൽ ഞാൻ ബാക്കി പറഞ്ഞോളാം, എന്തെങ്കിലും എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കത്തിലുള്ളൂ, നാടകവും സിനിമയുള്ള അടിസ്ഥാനപരമായി നാടകം വെള്ളാട്ടി മസല അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഖാലി മുഹമ്മദ് മൊഹീദ്ദിമാൽ എഴുതിയത് 1607 ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ള കാലം. 1607 അദ്ദേഹത്തിൻ്റെ മകൻ ഖാലി മുഹീദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളാണ് എഴുതിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഓതറുടെ പേരറിയില്ല. ഈ വെള്ളാട്ടി ആർക്കും ചോദിച്ചിട്ട് എനിക്ക് മാഷ്ക്കറിയും അതല്ല, വെള്ളാട്ടി മസലയുടെ ഓതർ ഖാലി മുഹീദ്ദീൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഖാലി മുഹമ്മദിൻ്റെ മകനാണെന്ന് പറയപ്പെടുന്നു. അതിനൊന്നും രേഖയൊന്നും ഇല്ല, പറയപ്പെടുകയാണ്. ഏതായാലും 1700കളിൽ എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റാണ് അറബി മലയാളത്തിൽ. അതിൽ വെള്ളാട്ടി അടിമസ്ത്രീന്നോ വേലക്കാരി എന്നാണ് അർത്ഥം, മലയാള വാക്കാണ്. മസ്അല എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരത്തിൽ വിജയിച്ച പെണ്ണാണ്. അപ്പോൾ ഒരു മസ്അലയാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഒരു ഖലീഫ് കഥയാണോ നടന്നാണോ ഒന്നും അറിയില്ല. അറബി മലയാളത്തിലൊരു ടെക്സ്റ്റാണ്. ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിൽ, പഴയ കാലത്ത് ഹാറൂൺ റഷീദിൻ്റെ കൊട്ടാരത്തിൽ ഒരു കച്ചവടക്കാരൻ ഒരു പെണ്ണിനെയും കൊണ്ട് വരുന്നു. അവളുടെ പേര് സൗദ എന്നാണ്. ആ വാക്ക് തന്നെ കറുത്തവൾ, അടിമസ്ത്രീയുമാണ്, ഭയങ്കര സംഭവമാണ്. അങ്ങനെ അവൾ
അവിടുത്തെ മുഴുവൻ പണ്ഡിതന്മാരെയും അവൾ വെല്ലുവിളിക്കുന്നു. ആണുങ്ങളായ പുരുഷകേസരികളായ മുഴുവൻ ജ്ഞാനികളും അണിനിരക്കുന്നു. ഇവളുടെ വാദം ഇതാണ്: നിങ്ങൾ ഏത് വിഷയത്തിൽ, ഭൂമിശാസ്ത്രം, ഭൗതികശാസ്ത്രം, പിന്നെ ഗണിതം, ഫിഖ്ഹ്, അഖീദ, അങ്ങനെ തുടങ്ങിയ എല്ലാത്തരം ഉസൂലുകൾ എന്തിലും വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. ഇവളവിടെ അങ്ങനെ ഇരിക്കും. പല പണ്ഡിതർ പലരിലും സ്പെഷ്യലൈസ് ചെയ്തവരാ ഒക്കെ ചോദിക്കും. ഇവളിങ്ങനെ മണിയായി മറുപടി പറയും. അത്തരം ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ തളർന്നിരിക്കുമ്പോൾ, ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞു. അതിനവർക്ക് ആർക്കും മറുപടി കിട്ടിയില്ല. ആ ചോദ്യം ഞാൻ മറന്നു. ഗംഭീര ഒരു ചോദ്യം എന്തുവാണ്, അവർക്ക് ആർക്കും മറുപടി ഇല്ല. ഈ കഥ അത് ഒന്നാമത് അങ്ങനത്തെ റെഫർ ചെയ്യാനുള്ള നേരവും കിട്ടിയില്ല, അത് കഴിഞ്ഞു പോയി. പക്ഷെ ഇതിനെക്കുറിച്ച് തോറ്റു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വെള്ളാട്ടി മസല വായിക്കുമ്പോൾ തന്നെ നമുക്കതൊരു നാടകത്തിൻ്റെ സ്വഭാവം അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കോണ്ടസ്റ്റിൽ കളിച്ചാൽ ബ്ലാക്ക് സൗദ എന്നുള്ള പേര്, അടിമസ്ത്രീ, പെണ്ണ്, ഒരു പാട്രിയാറ്റിക് ഒരു പാട്രിയാർക്കൽ സിസ്റ്റത്തിലെ എങ്ങനെയാണ് ഇവൾ വെല്ലുവിളിക്കുന്നത് എന്നുള്ളൊരു വേറൊരു ഡയമെൻഷനാണ്. 1700-ൽ അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു ഗദ്യ ടെക്സ്റ്റാണ്, പ്രോസാണ്. അറബി മലയാളത്തിൽ ആദ്യത്തെ പദ്യം ഏതാന്ന് വെച്ചാൽ മൊഹിദ്ദീൻ മാല മലയാളത്തിൽ, എന്നാൽ ആദ്യത്തെ ഗദ്യ ഏതെന്ന് വെച്ചാൽ വെള്ളാട്ടി മസല എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ പിന്നെ ജ്ഞാന പാരമ്പര്യത്തിലെ ഗാർഗി എന്നാണ് മാഷ് പറയണത്. അത് ഗംഭീര കമ്പാരിസൺ. ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഈ വെള്ളാട്ടി മസല പക്ഷേ നാടകമായി കണ്ടെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു ടെക്സ്റ്റ് വായിച്ചപ്പോൾ. ഞാൻ അറബി മലയാളം ടെക്സ്റ്റാണ് വായിച്ചിരുന്നത്. പിന്നെ അത് ഇപ്പം മലയാളത്തിൽ തന്നെ ടെക്സ്റ്റായിട്ട് പിന്നെ പലരും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിക്കന്ന് മങ്ങാട് മാഷയുടെ നിന്ന് ഞാനത് പ്രിൻ്റ് എടുക്കുക ചെയ്തു. വന്നിട്ടുണ്ട്, അതിൻ്റെ പഠനവും. ഏതാ ദയ എന്ന പെൺകുട്ടി, കറക്റ്റ്. അത് അറബിക്കഥയിലെ വേറെ എന്തോ ഒരു കോണ്ടക്സ്റ്റ് ആണ്. അറബിക്കഥയിലെ ഒരു സാധനം. ഒരു പക്ഷേ ഇതൊക്കെ ഛായകളും ഇതിൽ തന്നെ ഒരു ഡെവലപ്പ് ചെയ്തൊക്കെ ആവാം. ഇത് പലപ്പോഴും അറബി മലയാളത്തിൽ വരുന്നത് പേർഷ്യൻ കണക്ഷനുള്ള കഥകൾ, അറബ് എന്ന് പേർഷ്യൻ, പിന്നെ അങ്ങനെ പല പല വഴികളിലൂടെ സഞ്ചരിച്ചെത്തുന്ന അറബി മലയാളത്തിലെ പഴയ സ്കോളേഴ്സൊക്കെ പറയണത് ഇത് മലയാളത്തിൽ നടപ്പില്ലാത്ത കഥകൾ നമുക്ക് വേണ്ടി തർജ്ജമ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പലരും എഴുതുന്നത്. അതിൽ പറയുന്നത്, ഈ തർജ്ജമ കിതാബിനെ ഞാൻ ഉണ്ടാക്കുന്നത്, പഴയ ലാംഗ്വേജ് ഭയങ്കര രസമാണ്, ഇത് ചിംഗ്ലി, മംഗ്ലി, അങ്ങനെ പറയണി പല ഭാഷകളും, ചീനി, മലായി, അങ്ങനെ ഈ ഭാഷകളിലൊക്കെ നടപ്പുള്ള ഈ കിതാബിനെ എന്താ പറയുക, മലയാളം അറബി യശുത്തിൽ കൊണ്ടുവരാൻ വേണ്ടി എന്നൊക്കെയാണ് അതിന് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ പല ഭാഷകളിലും നാടുകളിലും നടപ്പുള്ള ഒരു കോസ്മോപൊളിറ്റൻ ഭയങ്കര അങ്ങനത്തെ ഒരു ലെവലുള്ള സാധനങ്ങളാണ്. ടെറിട്ടറികളെ മുറിച്ച് കിടക്കുന്ന കൺസെപ്റ്റുകളും കഥകളുമാണ് ഇസ്ലാമിക് ട്രഡീഷൻ, കേരളത്തിൽ പോലും 19-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, വെള്ളാട്ടി മസല 1900-ൻ്റെ തുടക്കത്തിൽ, 1930-കളുടെ ഒരു കാലത്ത് ആലപ്പുഴയിൽ കളിച്ചിട്ടുണ്ട് എന്ന് സെബാസ്റ്റ്യൻ കുഞ്ഞു വാദർ തൻ്റെ ആരോ പറഞ്ഞു കേട്ടതെന്നോ ഒക്കെ ഓർമ്മയിൽ നിന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. അന്ന് അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു അറബി മലയാളം ടെക്സ്റ്റിനെ നാടകമാക്കാൻ മാത്രം ഉൾക്കാഴ്ചയുള്ള മനുഷ്യരന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ അല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചലനാത്മകത, അവരുടെ അത് എല്ലാ കാലത്തും മുസ്ലിം കമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ തുടക്കത്തിൽ മുസ്ലിങ്ങളാണ്, മലയാള നാടക ഇൻഡസ്ട്രിയുടെ തുടക്കക്കാർ മുസ്ലിങ്ങളാണ്. കാരണം ജംഗ്ബാർ, എംപിച്ചുകോയ തങ്ങളെപ്പോലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് 1800-കളുടെ അവസാനത്തിൽ കാണാൻ പറ്റും. കോഴിക്കോടൻ ഇന്ദ്രസഭ, പലതരം നാടകങ്ങൾ. കല്ലക്കുറിശി മൊയ്തീൻ എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായി ഈ എന്താണ് ആ ഇൻസ്ട്രുമെൻറ്റിന് പറയാം, ബിൻസി ഉറങ്ങാണ് നോക്കി ചോദിച്ചിട്ട് കാര്യമില്ല. ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, ആ ഇൻസ്ട്രുമെൻ്റ് എന്താ പറയുക, ഇങ്ങനെ നീട്ടി ഇങ്ങനെ വായിച്ചു, സാക്സഫോണല്ല, എന്താ ചെറിയ എന്തോ ഈ സാധനം നാടകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കല്ലടക്കുറിശി മൊയ്തി എന്ന് പറഞ്ഞൊരു ആലപ്പുഴക്കാരനാണെന്ന് പറയണു. എനിക്കറിയില്ല. അങ്ങനെ പല സാധനങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുസ്ലിം ആർട്ടിൽ, കേരളത്തിലെ മോഡേൺ കലകളിൽ, അതായത് നാടകം പോലെ വിഷ്വൽ ആർട്ടിൽ, നാടകവും സിനിമയിലൊക്കെ, സംഗീത നാടകങ്ങളിലൊക്കെ പല സാധനങ്ങളും തുടങ്ങി വെച്ചത് മുസ്ലിം ആർട്ടിസ്റ്റുകളാണ്. പക്ഷെ അവർ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസിങ് മുസ്ലിമാണോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ കാര്യം. നമ്മൾ ചോദിക്കുന്നത്
അവരുടെ സെൻസിബിലിറ്റിയും കേരളത്തിൻ്റെ സെൻസിബിലിറ്റിയെ നവീകരിച്ചത് മുസ്ലിങ്ങളാണെന്ന് സംശയലേശം തന്നെ പറയാം. കാരണം മുസ്ലിങ്ങൾ സെൻസിബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വൈബ്രൻ്റാണ്. അവർ ഈ ശുദ്ധിവാദം ബ്രാഹ്മണിക്കലായിട്ടുള്ള നോട്ടം അവർക്കില്ല. കാരണം അവർ പഠിച്ചു വന്നത് എല്ലാവരും ഉൾക്കൊള്ളാൻ, ഒരു സിൻക്രറ്റിക്കാണ്, അവർ ഹൈബ്രിഡിറ്റിയാണ്, അവർ എല്ലാവരും ഇൻക്ലൂസീവ്നെസ്സിൻ്റെ പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ പല സംസ്കാരങ്ങളെ മിക്സ് ചെയ്യുന്നതിലും മടിയില്ല. ആ തരത്തിലൊക്കെയുള്ള കുറേ സാധനങ്ങൾ ഈ ബ്രാഹ്മണിക്കായിട്ട് വളരെ ഏകദാനമാണ് കേരളത്തിൻ്റെ. നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ കലാചരിത്രം ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് വളരെ ഏകദാന സ്വഭാവത്തിലുള്ളതാണ്. എന്നാൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അത് ഖുർആനിൻ്റെ ഈ മുറിച്ച് കിടക്കുന്ന സ്വഭാവം കൊണ്ടായിരിക്കാം. കഥയാണോ കഥയല്ല, ചരിത്രമാണോ ചരിത്രമല്ല, നാടകമാണോ നാടകമല്ല, കവിതയാണോ പാട്ടാണോ, ഇതിനൊക്കെ മറികടക്കുന്ന ഒരു സാധനം ബഷീറിൻ്റെ എഴുത്ത് പോകുക. അതിനാണ് ബഷീറിൻ്റെ നരേറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നതിനൊക്കെ മുറിച്ച് കിടക്കുന്ന ടെക്നിക്കാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്വഭാവം, ഈ ഹൈബ്രിഡിറ്റി സൂക്ഷിക്കുന്ന സാധനങ്ങളാണ് മുസ്ലിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.